ഹലോ ഫ്രണ്ട്സ്, ഐ എം ജനുജി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇംഗ്ലീഷ് പഠിക്കാനുള്ള ശ്രമത്തിനിടയിൽ തദ്ദേശീയരും വിദേശീയരുമായ അനേകം പേരെ പരിചയപ്പെട്ടിരുന്നു എന്ന്. അങ്ങനെ പരിചയപ്പെട്ട രണ്ട് വ്യക്തികളാണ് അമേരിക്കക്കാരായ ജോൺസും ബ്രെയിൻസും. രണ്ടുപേരും അമേരിക്കക്കാരാണ്. ജോൺസുമായിട്ട് അനേക വർഷത്തെ പരിചയമുണ്ട്. പല സ്ഥലത്ത് വെച്ചും ഞങ്ങൾ കണ്ടുമുട്ടി സംസാരിക്കലുണ്ട്. ജോൺസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് പായസമാണ്. എപ്പോഴും പായസം കഴിച്ചിട്ട് പറയുന്നതാണ്, ഓ യുവർ പായസം ഈസ് സൂപ്പർ. എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. എപ്പോഴോ ഒരിക്കൽ ഞാൻ ചോദിച്ചു, ഹൗ ഈസ് ദിസ് പായസം? ഓ ഇറ്റ്സ് ഡിസപ്പോയിൻറ്റിങ്. അത് ഉപയോഗിച്ച വാക്കാണ്. അതായത് ബാഡ് എന്നതിന് പകരമാണ് ഉപയോഗിച്ചത്. അതായത് നേരത്തെ കഴിച്ച പായസത്തിൻ്റെ അടുത്തേക്ക് എത്തിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് വന്നില്ല എന്നുള്ള ആ നിരാശ മുഖത്തുകൂടി പ്രകടമായിരുന്നു. അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം, നമ്മുടെ ഇവിടെ പലരും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഈ മലയാളത്തിലുള്ള എല്ലാ പദങ്ങളും ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കും. അങ്ങനെയാണ് അവർ പായസത്തിനെ പുഡിംഗ് എന്നും നമ്മുടെ ഇതിലുള്ള കഞ്ഞിയെ ഗ്രുവൽ എന്നൊക്കെ വിളിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സായിപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇംഗ്ലീഷുകാർ ഇവിടെ വന്നാൽ വാട്ട് ഈസ് ദിസ് പായസം, അവരും ഇതിനെ പായസം എന്നേ വിളിക്കുകയുള്ളൂ. നമ്മുടെ പായസത്തിനെ ഒരിക്കലും അവർ പുഡിംഗ് എന്ന് പറയില്ല. അതുപോലെ വാട്ട് ഈസ് ദിസ് കഞ്ഞിയാണ്, അതിനെ ഒരിക്കലും അവർ ഗ്രുവൽ എന്ന് വിളിക്കില്ല. അതുകൊണ്ടാണ് ഐ ലൈക്ക് യുവർ പായസം, ഐ ലൈക്ക് യുവർ കഞ്ഞി, ഐ വാണ്ട് സം മോർ കഞ്ഞി എന്നൊക്കെ അവർ ഉപയോഗിക്കുന്നത്. കാരണം എന്താ, നമുക്ക് അവരുടെ കുറേ സ്നാക്സ് ഉണ്ട്. അത് അവരെന്താണോ വിളിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പം കേക്ക് എന്നുള്ളത് അവരുടെയാണ്. കേക്കിനെ നമ്മൾ കേക്ക് എന്നേ പറയുള്ളൂ. ബണ്ണിന് ബണ്ണാണ്. നമ്മൾ ബ്രെഡ് തന്നെയാണ്. ബർഗർ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പിസ്സ, അതിനെ നമ്മൾ പിസ്സ എന്നാണ് പറയുന്നത്. ചിലവർ മാത്രം തെറ്റിച്ച് പറയും, PIZZA എന്നാണ്. ഒരു ഇറ്റാലിയൻ ഫുഡാണ് അത്. ശരിക്കും അതിൻ്റെ ഉച്ചാരണം വരുന്ന പിസ്സ എന്നാണ്. അപ്പം നോക്ക്, അവരെന്താണോ പറയുന്നത് അത് തന്നെയാണ് ആ ഭാഷയിലുള്ള സ്നാക്സിന് നമ്മളിവിടെ പറയുന്നത്. അതുപോലെയാണ് തിരിച്ചും. അല്ലാതെ നമ്മൾ ഇതിനെ മുഴുവൻ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുപോകണ്ട. അപ്പോൾ ഇപ്പം പുഡിംഗ് എന്ന് പറയുന്നതും മധുരമുള്ളതാണ്, പായസവും മധുരമുള്ളതാണ്. രണ്ടും രണ്ട് രീതിയിലുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പായസത്തിനെ അവർ പായസത്തിനെ പറയുള്ളൂ. അതുപോലെ നിങ്ങൾക്കറിയാം, ഗ്രുവൽ എന്ന് പറഞ്ഞാൽ കഞ്ഞിക്ക് ഈക്വലല്ല. ഗ്രുവൽ എന്ന് പറയുന്ന പണ്ട് ഒലിവർ ട്വിസ്റ്റൊക്കെ വായിച്ചവർക്കറിയാം. അതിൽ ഗ്രുവൽ എന്നൊരു വേർഡുണ്ട്. അതായത് അവിടുത്തെ പാവപ്പെട്ടവർ കഴിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് അവർ പ്രത്യേകമായ പൊടികളൊക്കെ കലർത്തി, ഗോതമ്പ് മാവ് അതുപോലെ ഓട്സിൻ്റെ പൊടി കൊണ്ടൊക്കെ കലക്കി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമായിരുന്നു അത്. നമ്മുടെ കഞ്ഞി അതല്ല. കഞ്ഞി ഇന്നത്തെ പോഷ് ഭക്ഷണമാണ്. ഇവിടുത്തെ സാധാരണക്കാരനും കഴിക്കും, പണക്കാരും കഴിക്കും. അതുമാത്രമല്ല, ഇന്നിപ്പം 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ മെനുവിൽ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് കഞ്ഞി എന്ന് പറയുന്നത്. രോഗികളും കഴിക്കും. അപ്പം കഞ്ഞിക്ക് ഈക്വൽ അല്ല ഗ്രുവൽ. അപ്പം നമ്മൾ കഞ്ഞിക്ക് കഞ്ഞി എന്ന് തന്നെ പറയാം. അതുപോലെ നമ്മുടെ എന്തൊക്കെ സ്നാക്സ് ഉണ്ടോ നമ്മൾ അത് മുഴുവൻ, ചിലവർ റൈസ് സൂപ്പ് എന്നൊക്കെ പറയും കഞ്ഞിക്ക്. നെവർ ഡു ദാറ്റ്. അതുപോലെ തന്നെ നമുക്ക് തമാശ മട്ടിൽ നിങ്ങൾ കേട്ട് കാണും, സോൾട്ട് മാംഗോ ട്രീ എന്നൊക്കെ. അത് തമാശ മട്ടിലാണ് ഉപ്മാവിനൊക്കെ പറയാം. നമ്മുടെ ഉപ്മാവാണ്. ദോശ തന്നെയാണ്. ചട്നിയാണ്. നമ്മളിപ്പോൾ സാമ്പാറിന് എങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷിലൊരു പദം കണ്ടെത്തുക? ഇറ്റ്സ് ഇംപോസിബിൾ. അപ്പം സാമ്പാർ, ചട്നി, അങ്ങനെയുള്ള നമ്മുടെ ഭക്ഷണങ്ങൾ, അതിനൊക്കെ അതേ പദങ്ങൾ ഉപയോഗിക്കുക. പഴംപൊരിനെ നിങ്ങൾ അങ്ങോട്ട് മാറ്റാൻ പോകണ്ട. ഇനി പരിപ്പുവട നിങ്ങൾ എന്ത് ചെയ്യും? ഉഴുന്നുവട, പരിപ്പ്. അവരൊക്കെ സായിപ്പുവട വന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പരിപ്പുവട എന്ന് പറഞ്ഞാൽ അവരും അതന്നെ പറയുന്നുള്ളൂ. അതിനൊന്നും ഒരിക്കലും ആ ഭാഷയിലേക്ക് മാറ്റം വരുത്താൻ പോകരുത്. നമ്മുടെ ചട്നി, ചമ്മന്തി, അതൊക്കെ അതേപോലെ. സായിപ്പിന് ഏറ്റവും അത്ഭുതം ഉണ്ടാക്കിയ നമ്മുടെ സുഗീൻ എന്നാണ് പറയുന്നത്. ഇനി ഇതൊക്കെ ഇങ്ങനെ മൊഴിമാറ്റം നടത്തുന്ന ഒരു സുഗീൻ എന്താണ്? ഇപ്പം നമുക്കൊരു ഇംഗ്ലീഷ് വേർഡ് കണ്ടെത്തുക. വെറുതെ ഒരു ബോളെന്നൊന്നും വിളിക്കരുത്. കാരണം സുഗീൻ അവർ വിളിക്കുക സുഗീൻ തന്നെയാണ്. നമ്മളെന്താണോ പറയുന്നത് അതാണ് അവർ പറയുക. അപ്പോൾ സുഗീനാണ്. സായിപ്പിന് ഏറ്റവും കൂടുതൽ അത്ഭുതമുണ്ടാക്കിയ നമ്മുടെ ഒരു സ്നാക്കാണ് അത്ര സുഗീൻ. കാരണം സായിപ്പ് നോക്കുമ്പോൾ ഇത്രയും ചെറുപയർ ഈ ഒരു ഉരുളയ്ക്കുള്ളിൽ എങ്ങനെ ആക്കിയെന്നാണ് സായിപ്പിൻ്റെ അത്ഭുതം. ഒരു തമാശയാണെങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയുന്നത്. അതായത് എല്ലാ പദങ്ങളെയും ഇങ്ങനെ മൊഴിമാറ്റം നടത്താൻ ശ്രമിക്കരുത്. ഇത്തരത്തിലൊക്കെ അതുപോലെ പറഞ്ഞാൽ മതി. ഇനി ഇങ്ങനെ ജോൺസുമായിട്ട് ഒരുപാട് കാലത്തെ പരിചയം ഉണ്ടെന്നുണ്ട്. ഒരിക്കൽ ജോൺസിൻ്റെ കൂടെ ബ്രെയിൻസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ട്. അപ്പം ഞാനും ബ്രെയിൻസും കൂടി സംസാരിക്കുമ്പം
എനിക്ക് ബ്രെയിൻസ് പറയുന്ന അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ജോൺസ് പറയുന്ന മുഴുവൻ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രെയിൻസിനോട് ചോദിച്ചു, വെർ ആർ യു ഫ്രം? ഐ എം ഫ്രം അമേരിക്ക. then I said, I can't follow you. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ബ്രെയിൻസ് ചിരിച്ചുകൊണ്ട് പറയുന്നത്, he is from New York and I am from California. രണ്ടുപേരും 2 ജില്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടെ നോക്ക്, കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ എത്തുമ്പോഴേക്കും മലയാളമാണ് എല്ലാവരും സംസാരിക്കുന്നതിനും ഭാഷയുടെ ആ സ്ലാങ്ങിൽ വ്യത്യാസമുണ്ട്. കാസർഗോഡ് ഒരു പ്രത്യേക ഭാഷ, മലയാളം തന്നെയാണെങ്കിലും കണ്ണൂരെത്തുമ്പോൾ മറ്റൊന്ന്, കോഴിക്കോട് വേറൊന്ന്, മലപ്പുറം വേറൊന്ന്, തൃശ്ശൂർ വേറെ ഒന്ന്, തിരുവനന്തപുരം വേറൊന്ന്, അങ്ങനെ വ്യത്യസ്തം എല്ലാവരും സംസാരിക്കുന്ന മലയാളമാണ്. ഇത് ആദ്യം ഒന്ന് കേൾക്കുമ്പോൾ ഒരു തൃശ്ശൂർ, നമ്മളിപ്പം പെട്ടെന്ന് ഒരാൾ ഇപ്പോൾ കോഴിക്കോടുകാരനായ ഒരാൾ തൃശ്ശൂർ ചെന്ന് തൃശ്ശൂർ ഭാഷ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൺഫ്യൂഷനൊക്കെ വരും, ചിലതൊന്നും അങ്ങോട്ട് പിടുത്തം കിട്ടില്ല. പക്ഷെ ഒരല്പം നേരം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഇതിൻ്റെ അടിസ്ഥാനം, ഒരു ഭാഷയുടെ ബേസ്, അതായത് അടിസ്ഥാനം അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏത് സ്ലാങ്ങിൽ ഉപയോഗിച്ചാലും നമുക്ക് പിടുത്തം കിട്ടും. ഒരു തുടക്കത്തിലുള്ള ചെറിയൊരു ഇതുള്ളൂ. ഇവിടെ തന്നെ ജർമ്മൻകാർ വരാറുണ്ട്, ഫ്രഞ്ചുകാർ വരും, ജാപ്പാനീസ്, ഇങ്ങനെ പലരും വരും. അപ്പോൾ അവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയുടെ സ്വാധീനം കൊണ്ട് അവരിങ്ങനെ പറയുന്നതിൽ ചെറിയൊരു നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചൊരു സമയമെടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം ഭാഷ നമ്മൾ അതിൻ്റെ അടിസ്ഥാനം പഠിച്ചിരുന്നാൽ മതി. ഇപ്പം അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. നിങ്ങൾ നോക്ക്, നമ്മളിപ്പം കുറച്ച് കാലം തൃശ്ശൂർ ജില്ലയിൽ പോയി നിൽക്കുകയാണ്. 1 മാസമോ 2 മാസമോ നിൽക്കുമ്പോഴേക്കും നമ്മുടെ സ്ലാങ് മാറും. നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ ശൈലിയിലാണ് സംസാരിക്കുക. അപ്പോൾ കാരണം എന്താ, കേട്ട് പഠിക്കുന്നതാണ് ഭാഷ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഭാഷ നന്നാക്കാൻ ചെയ്യാവുന്നൊരു കാര്യം, നമ്മൾ ദിവസവും 1/2 മണിക്കൂറെങ്കിലും 3 വാർത്താ ചാനലുകൾ കാണാം. ഒന്ന് NDTV 24, നല്ലൊരു ചാനലാണ്, ഇന്ത്യൻ ചാനലാണ്. നമുക്ക് ന്യൂട്രൽ ലാംഗ്വേജ്, ഇന്ത്യൻ ഇംഗ്ലീഷ് പഠിക്കാൻ, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഡിബേറ്റ് കേൾക്കണം. അതിൽ ആശയങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, പക്ഷേ നമുക്ക് ഭാഷ പഠിക്കാൻ സഹായിക്കും. കാരണം ന്യൂട്രൽ ലാംഗ്വേജാണ്, ഇന്ത്യൻ ഇംഗ്ലീഷാണ്, വേഗം നമുക്ക് മനസ്സിലാവും. അത് കുറച്ച് നേരം, പ്രത്യേകിച്ച് ഡിബേറ്റിലാകുമ്പോൾ പല വ്യക്തികൾ അവരുടെ ഈ ഭാഷാ പ്രയോഗം നടത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുപോലെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി BBC കാണുക. BBC കുറച്ച് നേരം കാണണം, അതും ഡിബേറ്റ് തന്നെ കാണണം. അപ്പോഴാണ് നമുക്ക് വേഗം ആൾക്കാർ തമ്മിൽ സംഭാഷണം നടത്തിയാണ് അവരുപയോഗിക്കുന്ന പല പ്രയോഗങ്ങൾ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ അമേരിക്കൻ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് CNN ചാനൽ കാണുക. അപ്പോൾ CNN ചാനൽ കാണുമ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും. ഈ 3 ചാനലും നിങ്ങൾ ദിവസവും 3 ചാനലും കൂടി 1/2 മണിക്കൂർ കണ്ടാൽ മതി. അപ്പോൾ ദിവസം ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ഏതാനും ദിവസം കഴിയുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾ ഭാഷ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ വ്യക്തികളിൽ നിന്നെല്ലാം ജോൺസ് ആൻഡ് ബ്രെയിൻസ്, എ ബിഗ് ഹാറ്റ്സ് ഓഫ്, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഹെൽപ്പ്. ഇങ്ങനെയുള്ള പലരിൽ നിന്നും നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വരും എപ്പിസോഡുകളിൽ ഷെയർ ചെയ്യാം. സോ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഗുഡ് ബൈ ടിൽ വി മീറ്റ് അഗെയിൻ.